ദൈവമേ 4 മണിയാ. സുമ പുഴക്കടവിൽ അലക്കാൻ പറ്റുന്ന സമയമാണ്. പുഴക്കടവിൽ കുളിക്കാൻ വരും സുമ പങ്കിളി, നിന്റെ ബാലഗോപാലൻ ഞാൻ എന്നെ തെറ്റി വരുന്നുണ്ടീ. നിങ്ങളെല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോ പുഴക്കടവിലേക്ക് കുളിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എങ്ങാനും കുളിച്ചില്ലേ? നിനക്ക് പുഴ എന്താണെന്ന് അറിയാം? ഇല്ല. പ്രകൃതിയുടെ വരദാനമാണ് പുഴ. ആ പുഴയിലൂടെ ഒഴുകിവരുന്ന ശുദ്ധമായ ജലവും ആ പുഴയുടെ തീരത്ത് പ്രകൃതി രമണീയമായി പച്ചപൊതിച്ചു നിൽക്കുന്ന പുൽത്തകിടുകളും അതിനിടയിൽ നിന്ന് എത്തി നോക്കി കാറ്റത്ത് തലയാട്ടുന്ന ചെമ്പിലകളും അതിനടിയിൽ മാക്രോ മാക്രോ എന്ന് താളത്തിൽ കഴിയുന്ന തവളകളെയും നോക്കി പുഴയിലേക്ക് എടുത്തു ചാടി നീന്തി തുടിച്ച് കുളിച്ചു കയറി വരുമ്പോൾ ഒരു സുഖം ഈ പൈപ്പിൻചോട്ടിൽ കുളിച്ചാൽ കിട്ടോടി. അത്രയ്ക്ക് പ്രകൃതി രമണീയാണോ നിങ്ങളുടെ പുഴക്കടവ്? അതിന് പ്രകൃതിയെ പറ്റി നിനക്കെന്തറിയാം? അതിന്റെ ഭംഗിയെ പറ്റി സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അതെന്താ നകുലൻ ഗംഗയോട് പറയുന്നത് പോലെ ഒരു പോകണ്ട. സുമ ഇന്നു മുതലേ പുഴക്കടവില് ഈ സമയത്തുള്ള അലക്ക് നിർത്തി. ഇന്നലെ ഒക്കെ വീട്ടിലെ വാഷിംഗ് മെഷീൻ മേടിച്ചു. ശാസ്ത്രം ജയിച്ച് മനുഷ്യൻ തോറ്റി. എന്ത് പ്രകൃതിയുടെ രമണീയതാണ് നിങ്ങൾ പോണില്ലേ? ഞാനിപ്പോഴൊരു കാര്യം ഓർത്ത്, ഇത്തരം കമ്പനികളുടെ മാലിന്യം മുഴുവൻ നമ്മുടെ പുഴയിൽ ഒഴുക്കുന്നത് മൂലം പുഴയുടെ ജലം മലിനമാവുകയും അതിലുള്ള മീനുകൾ ചത്ത് പൊങ്ങിക്കിടക്കുകയുമാണെന്ന് ഞാനൊരു വാർത്ത വായിച്ചിരുന്നു. ഇനി ഞാനെങ്ങനെ ആ പുഴയിൽ പോയി കുളിച്ച് ചത്ത് പൊങ്ങിക്കിടന്ന നിങ്ങളെ രണ്ടുപേരും നോക്കാൻ ആരെങ്കിലും വേണ്ടേ? നീ പുഴയിലും പോണം, അവിടുത്തെ ഒഴുക്കിലും പെടണം. അതെന്തിനമ്മേ? നാട്ടിലെ മാലിന്യം ഒഴുകി പോണ പുഴയിലേക്ക് ഇവിടുത്തെ മാലിന്യം കൂടെ അവിടെ ഒഴുകി പോട്ടേടാ.